കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ കൈമാറുന്നു. ഇന്ന് ഈ യോഗം വളരെ അനുഗ്രഹമായി നടക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളോടും സംസാരിക്കും. എല്ലാവരും വളരെ വളരെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കണം. ഇന്ന് ഈ യോഗം ലീഡ് ചെയ്യാൻ ജിനോയ് പാസ്റ്ററിനെ ദൈവം നിയോഗിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഡിവൈസുകളും നിങ്ങൾ ഓണാക്കി വെച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത് ദയവായിട്ടും. ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. കുറേ ദിവസങ്ങളായിട്ടും എൻ്റെ മനസ്സിനകത്ത് ചില മെസ്സേജുകളൊക്കെ വിത്തിൻ നോ ടൈമിലും റെഡിയാകും. ചിലപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിനകത്ത് ഫീഡ് ആയിട്ട് ആ മെസ്സേജുകളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. ചില മെസ്സേജുകളൊക്കെ അരമണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ചില മെസ്സേജുകൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ദൈവം ആലോചനകൾ ദൂത്. എന്നാൽ ഈ മെസ്സേജ് ഞാൻ ഏകദേശം 3 ആഴ്ചകളായിട്ടും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ ഒരു മെസ്സേജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ വളരെ സമയം ഞാൻ ചെലവഴിച്ചിട്ടും എനിക്ക് ഈ മെസ്സേജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. എങ്കിലും മനസ്സിനകത്ത് ഇത്രയൊക്കെ മതി, ദൈവം മതി. നമ്മളുടെ കംപ്ലീഷൻ അല്ല, ദൈവം തൻ്റെ കംപ്ലീഷനിലും ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യുവാനായിട്ടും കൃപ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ മെസ്സേജ് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും സമയം വൃഥാവായി പോകുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട്. പിന്നെ ഞാനും ഇന്നലെ എനിക്ക് രാത്രി 1 മണി വരെ എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ 4 മണിക്ക് എനിക്ക് എഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ എനിക്കും ഈ മീറ്റിങ്ങിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. വളരെ ചുരുക്കം സമയം മാത്രമേ എനിക്ക് ഇന്നലെ ഉറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം കണ്ണടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോശയുടെ കൈ ഇങ്ങനെ പൊങ്ങിയിരുന്നപ്പോൾ വിജയം ലഭിച്ചെന്ന് പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രസംഗിക്കുന്ന ആൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ. ഓക്കെ, സാധാരണ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവരിരുന്ന് നന്നായിട്ടും കൂർക്കം വലിച്ച് ഉറങ്ങുന്നവരൊക്കെ പണ്ട് പെന്തക്കോസ്റ്റ് പ്രാർത്ഥനയുടെ ബഹളം നിമിത്തം അയലത്തുള്ളവരും പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു, ഇവർ നിമിത്തം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കമേ ഇല്ല. പോലീസിലെ സബ് ഇൻസ്പെക്ടർ 2 പോലീസുകാരെ അങ്ങോട്ട് വിട്ടി, പറയുന്നത് ശരിയാണോ? അപ്പം ഈ വീടിനടുത്തോട്ട്, ഈ പ്രാർത്ഥനയുടെ നടക്കുന്ന വീടിൻ്റെ അടുക്കിലോട്ട് വന്നപ്പം തന്നെ ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര ഒച്ചയാണ്. അപ്പം പോലീസുകാർക്ക് മനസ്സിലായി ഇവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ഈ പോലീസുകാരും ഈ ഹോളിനകത്ത് വന്ന് നോക്കിയപ്പോൾ ഭയങ്കരമായ ശബ്ദമാണ്, ആർക്കും സഹിക്കാൻ മേലാത്ത ശബ്ദമാണ്. പക്ഷെ അതിനകത്ത് ഒരു നല്ല ശതമാനം ആളുകൾ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസുകാരും കംപ്ലൈൻറ്റുമായിട്ട് വന്ന ആളിനെ ഈ ഉറങ്ങുന്നവരെ കാണിച്ചിട്ട് പറയുകയാണ്, ഇത്രയും ബഹളത്തിനിടയ്ക്ക്, ഇത്രയും ഒച്ചപ്പാടിനിടയ്ക്ക് ഇവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ദൂരം താമസിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് കിടന്നുറങ്ങിക്കൂടാ? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആൾ ഉറങ്ങാൻ പാടില്ല, പ്രസംഗം കേൾക്കുന്നവരെ ഒരുപക്ഷെ ഉറങ്ങിപ്പോയേക്കാം. പക്ഷെ ഇന്ന് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടെ ഏകാഗ്രതയോടുകൂടെ ദൈവവചനം കേൾക്കുവാൻ വേണ്ടിയും ശ്രദ്ധയോടെ നമുക്കിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കോൺട്രോവേഴ്ഷ്യലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇതിന് ആധാരമായതും ഈ അടുത്ത് കാണുവാനിടയായി തീർന്നു. അതിനകത്ത് ഒരു നിരീശ്വരൻ പേര് മാറ്റി, ആള് മാറി, ഒരു വിശ്വാസിയാണെന്നുള്ള രീതിയിലും ഒരു ദൈവദാസനെ വിളിച്ചിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അയാൾ നിരീശ്വരനായിരുന്നു. അവസാനം ഈ ഫോൺ കോളും ഇത് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇവൻ ഫ്രോഡാണും, ഇയാളും മനഃപൂർവമായിട്ട് പേര് മാറ്റി സഭയിൽ പോകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നീടും സ്വയം വെളിപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങി. ദേവദാസൻ ഇയാളെ പിടിച്ചു, നീ ഒരു സഭയുടെ അംഗമല്ല,
അപ്പൊ ഇയാൾക്ക് അറിയേണ്ടതും ഈ ദൈവദാസനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയാണ് ഇയാൾ വന്നതും. അപ്പൊ ഇയാൾ ചോദ്യം, പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെയും യേശു ക്രിസ്തുവും ഒരാളാണോ? പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ ആ ദൈവദാസനും എന്ത് പറയണമെന്നറിയാതെ പ്രതികരിക്കുവാൻ കഴിയാതെ ടച്ച് ചെയ്യാതെ മറ്റ് പലതും പറഞ്ഞും അയാളെ ഡിഫെൻഡ് ചെയ്യുന്നത് കാണുവാനിടയായി തീർന്നു. എന്നാൽ അയാൾ ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ പിടി കല്ലിൽ അടിച്ച് കൊല്ലുവാൻ പറയുന്ന പഴയ നിയമത്തിലെ യഹോവയും കൊച്ചു കുഞ്ഞുങ്ങളെയും മുല കുടിക്കുന്നവരെയും ഗർഭിണികളെയും ഉന്മൂലനാശം ചെയ്യണം, കൊല്ലണമെന്ന് കൽപ്പിക്കുന്ന യഹോവയും പഴയ നിയമത്തിലെ യഹോവയും യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന കൊള്ളയിടണമെന്ന് പറയുന്ന യഹോവയും പുതിയ നിയമത്തിലെയും നിങ്ങളുടെ ദൈവവും ഒരാളാണോ എന്നും അയാൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവദാസൻ അതിന് മറുപടി കൊടുക്കാതെയും അതിനെ ആ വിഷയത്തിലേക്ക് ടച്ച് ചെയ്യാതെയും ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചു കാണും, ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുഴഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മറ്റു വഴിയിലൂടെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തും പരാജയപ്പെടുത്തുന്നതായിട്ടാണ് ആ വീഡിയോയിലേക്ക് കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്നു, അതായത് ബൈബിളിലെ 1 പത്രോസ് 3:15 പറയുന്നു, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ഒരുപക്ഷെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയായിരിക്കും വരുന്നതും, ഒരുപക്ഷെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടിയായിരിക്കും, ഒരുപക്ഷെ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ആയിരിക്കും ഇവർ വരുന്നതും. പക്ഷേ ദൈവദാസന്മാർ എന്ത് ചെയ്യണം? നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ചും ന്യായം ചോദിക്കാൻ വരുന്ന, സത്യം അറിയാൻ വരുന്നവരല്ല, സത്യാന്വേഷികളല്ല, മറിച്ച് അവരെ പർപ്പസ്ലി ക്രൂക്കഡ് മൈൻഡിലും നമ്മളെ വീഴിക്കുവാൻ വേണ്ടി ട്രാപ്പിലാക്കുവാൻ വേണ്ടി വരുമ്പോഴും ദൈവദാസന്മാർ ആത്മാവിൽ ജാഗരൂകരായിരിക്കണം. എന്താണെന്നറിയാമോ? സൗമ്യതയും ഭയഭക്തിയും കൊണ്ടും പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതും പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ടും രണ്ടാണോ അതോ ഒന്നാണോ? അതാണ് ചോദ്യം. പൊതുവെ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലും പൊതുവിന്ന് ലോകത്തിലും മറ്റ് മതത്തിലുള്ളവരെ പുസ്തകങ്ങൾ ഉൾപ്പെടെ അടിച്ച് പ്രിന്റ് ചെയ്തും യഹോവയുടെ യുദ്ധങ്ങൾ, യഹോവയുടെ കൊള്ളം, യഹോവയുടെ ക്രൂരത എന്നൊക്കെ മെനി ലാംഗ്വേജിലും ബുക്കുകളൊക്കെയും പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തും വല്ലാതെ, അതായത് ക്രിസ്തു വിശ്വാസത്തെ വളരെ വളരെ വികലമായി, വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ലോകത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ, കേരളത്തിൽ ഇത് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, പലപ്പോഴും എന്നെ സംബന്ധിച്ചും ഈ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകവും ആ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പം ആ ഭാഗത്തൊക്കെ വരുമ്പം എൻ്റെയും ഹൃദയം ഇങ്ങനെ പിടയ്ക്കാറുണ്ട്. എന്താണിത്? ഇത് എങ്ങനെയാണിത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നത് എന്നും ഉള്ള ഒരു മാനസികമായ പിടച്ചിൽ എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ പഠിക്കുവാനോ പോയിട്ടില്ല. അത് നമ്മളുടെ തെറ്റ് അല്ലെങ്കിൽ എൻ്റെ തെറ്റും. ഇത്രയും വർഷങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഗഹനമായി ചിന്തിക്കുവാനോ ഒരു പഠനം നടത്തുവാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ദൈവദാസന്മാര് അല്ലെങ്കിൽ ജ്ഞാനം പ്രാപിച്ചവർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുവാനും നമ്മൾ സമയം ചെലവഴിച്ചില്ല. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിഷമവും വേദനയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് മറച്ചു വെച്ചിട്ടും നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുവാനിടയായി തീരും. നമ്മൾ പൊതുവായിട്ടും അറിയുന്ന ഒരു കാര്യമുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ഒരു ദൈവം, യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവം. അത് മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങളെയും മുല കുടിക്കുന്നവരെയും സകലരെയും കൊന്നുമുടിക്കുവാൻ കൽപ്പന കൊടുക്കുന്ന എന്നൊക്കെ പറഞ്ഞും ആളുകൾ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതുകയും ബൈബിളിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതും ഇന്ന് സർവ്വസാധാരണമായിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ടല്ല, മറിച്ച് ഒരേ ദൈവമാണ്. അത് പറയാൻ ഏത് വിശ്വാസിക്കും എന്തുണ്ടായിരിക്കണം? ഗഡ്സ് ഉണ്ടായിരിക്കണം.
അവൻ ചോദിക്കും, പഴയ നിയമത്തിലെ ദൈവം സ്നേഹവാനായ കരുണാമയനായ ഒരു മനസ്സിലുള്ള ഒരു നല്ല ദൈവത്തെയാണല്ലോ നമ്മൾ കാണുന്നത് എന്നും. അത് നമ്മുടെ തോന്നലാണ്. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ശരിക്ക് ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിയുമ്പം നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധിയേക്കാൾ ഏകദേശം പുതിയ നിയമത്തിൽ ന്യായവിധിയെക്കുറിച്ച്, ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ക്രോധത്തെക്കുറിച്ച്, അത് ജീവനുള്ള ദൈവം എത്ര ഭയങ്കരമാണ് എന്നുള്ള മുന്നറിയിപ്പുകളും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ 8 മടങ്ങ് അധികമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ചെറുതായിട്ടും, ഇന്ന് എനിക്കറിയത്തില്ല, വളരെ കുറച്ച് മിനിറ്റിനുള്ളിലും നമുക്ക് ഇത് എങ്ങനെ ഇത് ഒന്ന് പൂർത്തീകരണത്തിലെത്താൻ കഴിയുമെന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് നോക്കാം. പഴയ നിയമത്തിലെ ദൈവം സ്നേഹമുള്ള ദൈവമാണോ? പഴയ നിയമത്തിലെ ദൈവം സ്നേഹവാനാണെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നമുക്ക് ഒന്ന് നോക്കാൻ. ചെറിയ റെഫറൻസുകളാണ്, വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇത് സഭയിൽ പഠിപ്പിക്കുവാനും ഇത് നമ്മുടെ അറിവിനായിട്ടും ഇത് മറ്റനേകർക്ക് വെളിച്ചമായി പ്രചോദനമായി തീരുവാൻ നമ്മൾക്ക് ഇടയായി തീരട്ടെ. പഴയ നിയമത്തിലെ ദൈവം സ്നേഹവാനായ ദൈവമാണോ? യിരെമ്യാവ് 31:3, ജെറമ്യ 31:3. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് പഴയ നിയമത്തിലെ ദൈവം. വിലാപങ്ങൾ 3:22. ഞാനിത് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യത്തില്ല, റെഫറൻസുകൾ പറഞ്ഞ് വേഗത്തിൽ അങ്ങ് പോകും. വിലാപങ്ങൾ 3:22. നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് യഹോവയുടെ ദയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. നെഹമ്യാവ് 9:17. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. വീണ്ടും യോന 4:2. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിയുന്നു. നഹൂം പ്രവാചകൻ 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പുറപ്പാട് 34:6. യഹോവ അവന്റെ മുമ്പാകെ നടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. നോക്കണം, അവസാന നിമിഷം വരെ മടങ്ങി വരുവാൻ വേണ്ടി അവസരം കൊടുക്കുന്നവനാണ് പഴയ നിയമത്തിലെ ദൈവം. സങ്കീർത്തനം 103:8. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. സങ്കീർത്തനം 30:5. അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളും, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതും. ആവർത്തനം 4:31. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. സങ്കീർത്തനം 145:8. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ, യഹോവ എല്ലാവർക്കും നല്ലവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ പ്രവൃത്തികളോട് അവന് കരുണ തോന്നും. യെശയ്യാവ് 30:18. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. നോക്കണം, യഹോവ ന്യായത്തിന്റെ ദൈവമാണ്, ന്യായം നടപ്പിലാക്കുന്ന ദൈവമാണ്. ആവർത്തനം 32:4. അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെ വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. പുതിയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന എന്തൊക്കെ ഡെഫിനിഷനുകളുണ്ടോ അതെല്ലാം പഴയ നീതിയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, പിന്നെ വിശ്വസ്തനായ ദൈവമാണ്, വിശ്വസ്തനാണ്, നീതിയുള്ള ദൈവമാണ് എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നു. സങ്കീർത്തനം 145:17. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാൻ, തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുമാകുന്നു. സദൃശ്യവാക്യത്തിൽ 25:21 പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വചനം, ശത്രുവിന് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. അത് നമ്മുടെ ഏലിശ പ്രവാചകൻ, നമുക്കറിയാം, ശത്രുപാളയത്തിൽ നിന്നും യോദ്ധാക്കൾ, പട്ടാളക്കാരും സൈന്യം വന്നപ്പോൾ അവർക്ക് വിരുന്നൊരുക്കുവാനാണ്, അവരെ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, നിന്റെ
കൈ നിന്റെ കൈയാൽ പിടിക്കപ്പെടാത്ത ഇവരെ നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, അവർക്ക് ആഹാരം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നതാണ് നമുക്ക് 19:18. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കർത്താവ് പറയുന്നു. ലേവ്യർ 19:18, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. പിന്നെ ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ദൈവത്തിന്റെ ആർദ്രതയുടെ, ദൈവത്തിന്റെ കരുണയുടെ, അതായത് ദൈവം കരുണാമയനായ ദൈവമാണ്, ദൈവം സ്നേഹവാനായ ദൈവമാണെന്നും പഴയ നിയമത്തിലെ ചില വാക്യങ്ങളാണ്. അതേസമയം ദൈവം എന്ത് ചെയ്യുന്നു? ന്യായം വിധിക്കുന്ന ദൈവമാണ്, ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. നോക്കണം, മനുഷ്യരോട് ദൈവം സ്നേഹമാണോ എന്നും സ്നേഹവാനായ ദൈവത്തെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും സ്നേഹിക്കുന്ന ദൈവത്തെ ഇഷ്ടമാണ്. പക്ഷേ കോപിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതത്ര സുഖകരമല്ല, അതത്ര നല്ലതല്ല. കോപിക്കുന്ന ദൈവത്തെയും ന്യായം വിധിക്കുന്ന ദൈവത്തെയും ആളുകൾക്ക് ആർക്കും ഇഷ്ടമില്ല. നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇഷ്ടമില്ല. നല്ലൊരു ശതമാനമല്ല, മുഴുവൻ ആളുകൾക്ക് ഒരു പക്ഷേ ഇഷ്ടമില്ല. കാരണം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന, എന്ത് ചെയ്താലും തലോടിക്കൊണ്ടിരിക്കുന്ന, ചുംബനം നൽകി താലോലിക്കുന്ന ഒരു ദൈവത്തെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ കോപിക്കുന്ന ഒരു ദൈവത്തെയും അതത്ര നല്ലതല്ല എന്നാണ് പലരുടെയും ഭാഷ്യം. സങ്കീർത്തനങ്ങൾ 11:6, ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിൽ ഓഹരിയായിരിക്കും. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. യെശയ്യാവ് 13:11, താൻ ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരുടെ അവരുടെ അകത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ ഞാൻ താഴ്ത്തും. 2 ദിനവൃത്താന്തം 19:7, സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവീൻ, നമ്മുടെ നാം ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ. നഹൂം 1:3, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യിരെമ്യാവ് 30:11, നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല, ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും. എന്നിട്ട് ലേവ്യ പുസ്തകം 26:14 മുതൽ ചില വചനങ്ങൾ, ജീവനെ ദൈവം പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്താൽ, 16-ാം വാക്യം, ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. എന്നാൽ 14 മുതൽ, എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും എൻ്റെ ഈ കൽപ്പനകൾ പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. കണ്ണിനെ മങ്ങിയവനും ജീവനെ ക്ഷയിപ്പിക്കുന്നവനുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും, ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. എന്നുവെച്ചാൽ ദൈവം സ്വന്തം മക്കളായി ഇസ്രായേൽ പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്താൽ, നിങ്ങൾ പാപം ചെയ്താൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ വിട്ടുമാറിയാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ല, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമെന്നും ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 2 രാജാക്കന്മാർ 21:11, യഹൂദ രാജാവ് മനശ്ശെ തനിക്ക് മുമ്പുണ്ടായിരുന്ന അമ്മോന്യർ ചെയ്ത സകലത്തെക്കാളും അധികം ദോഷമായി ഈ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കാലും തൻ്റെ വിഗ്രഹങ്ങളെ കൊണ്ട് യഹൂദയെയും പാപം ചെയ്യിക്കാലും. നോക്കണം, ദൈവത്തിന്റെ കോപം, അതായത് ഇസ്രായേൽ മക്കളിൽ ഏറ്റവും കൂടുതൽ, ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും ക്രൂരനായ, ഏറ്റവും ദുഷ്ടനായ, ഏറ്റവും ദൈവത്തെ കോപിപ്പിച്ച രാജാവായിരുന്നു മനശ്ശെ. മനശ്ശെ ചെയ്ത പാപങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാപങ്ങളല്ല. തൻ്റെ അപ്പനായ ഹിസ്കിയ രാജാവിനും ദൈവം ചെയ്തതും അടുത്ത നെക്സ്റ്റ് ജനറേഷനാണല്ലോ, അറിഞ്ഞു, കേട്ടു, അനുഭവിച്ചു. എന്നിട്ടും ഈ ജീവനുള്ള ദൈവത്തെ അവൻ കോപിപ്പിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ 13-ാം വാക്യം 2 രാജാക്കന്മാർ 21:13 പറയുകയാണ്, ഞാൻ യെരൂശലേമിൽ ശമര്യയുടെ അളവ് മുതലും ആഹാബ് ഗൃഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ തൻ്റെ തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കമിഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ യെരൂശലേമിനെ തുടച്ചു കളയും. എൻ്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയ്ക്കും കൊള്ളയായി തീരും. നോക്കണം, ഈ രാജാവും മനശ്ശെയും
ചെയ്ത ദ്രോഹം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കുറ്റമില്ലാത്ത രക്തത്തെ അവൻ ചിന്തി. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ മ്ലേച്ഛമായ വിഗ്രഹം അവന്റെ രണ്ട് മക്കളെയും, ഒന്നാണോ രണ്ടാണോ, അവന്റെ മക്കളെ അഗ്നിപ്രവേശം, അതായത് ഈ ആം, ദേവന്മാർക്ക് അഗ്നികുണ്ഡത്തിലിട്ട് തന്റെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ച് യാഗമർപ്പിച്ചു. അത്രയ്ക്ക് ദൈവത്തെ കോപിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതിലുപരിയായി ഇവൻ ചെയ്ത ഏറ്റവും വലിയ പാതകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിലെ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ, ഏകദേശം 80 വയസ്സുണ്ടായിരുന്ന യെശയ്യാ പ്രവാചകൻ ഈ ചെയ്തികളൊക്കെയും കണ്ടിട്ട് അടങ്ങിയിരിക്കാതെ യഹോവയുടെ കോപം വരുമെന്ന് മുന്നറിയിപ്പ് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അതിക്രൂരമായിട്ടും ഈർച്ചവാളുകൊണ്ടും അതേ അതേ രണ്ട് കാലുകളുടെ ഇടയിലൂടെ വാളുകൊണ്ട് രണ്ടായി ആ ശരീരം, ആ ദൈവദാസന്റെ സ്വർഗീയ ദർശനം കണ്ടം അതേ ബൈബിളിലെ യെശയ്യാ പ്രവാചക കർത്താവായ മശിഹയുടെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചാം, രാജാതിരാജാവായി ഭൂമിയിൽ വാഴാൻ പോകുന്ന മശിഹയെ കുറിച്ച് പ്രവചിച്ചാം. പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവനായ പ്രവാചകൻ യെശയ്യാ പ്രവാചകനെ അതിക്രൂരമായിട്ടും അതിനീചമായിട്ടും അവൻ എന്ത് ചെയ്തു? ഇസ്രായേലിലൊക്കെയും അതവൻ അതായത് കുറ്റമില്ലാത്ത അനേകം ദൈവദാസന്മാരെ, പുരോഹിതന്മാരെ ഇവൻ അതിദാരുണമായി കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നിട്ട് പറയാണ്, പാത്രം കഴുകി കമത്തി വയ്ക്കുന്നത് പോലെ ഞാൻ അങ്ങനെ തന്നെ ആക്കും. അങ്ങനെ തന്നെ എത്രയോ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നു. പ്രവാസത്തിലേക്ക് പോകും, വീണ്ടും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരും, വീണ്ടും ദൈവം അവരെ തുടച്ച് മാറ്റി ആ ദേശത്ത് നിന്ന് അവരെ ഓടിച്ചു കളയുവാൻ ഇടയായി തീർന്നു. അപ്പം ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ആര് തെറ്റ് ചെയ്താലും, ആര് പാപം ചെയ്താലും ദൈവം വെറുതെ വിടുകയില്ല. അത് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ദാവീദും. പക്ഷെ ദാവീദ് പാപം ചെയ്താലും അതുപോലെ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ദാവീദ് വ്യഭിചാരം ചെയ്താൽ, ദാവീദ് കൊളരുതായ്മ കാണിച്ചാൽ, ദാവീദ് കൊലപാതകം ചെയ്താൽ അത് അതുപോലെ എഴുതി വെക്കുന്നതാണ്. അതിനെ പാപത്തെ ദൈവം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ന്യായീകരിക്കുന്ന ദൈവമല്ല. അപ്പം നോക്കണം, അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരും. അത് കഴിഞ്ഞിട്ട് പഴയ നിയമത്തിലെ ദൈവം സൃഷ്ടാവായ ദൈവമാണ്. അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, അവനാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചത്, അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. സങ്കീർത്തനങ്ങൾ 92, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. യിരെമ്യാവ് 10:12, അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചു. യെശയ്യാവ് 45:18, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചതും പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചതും. നെഹമ്യാവ് 9:6, നീ ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. യിരെമ്യാവ് 10:12, അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. യെശയ്യാവ് 40:22, അവൻ ഭൂമണ്ഡലത്തിന് മീതേ വസിക്കുന്നു. നോക്കണം, ഭൂമി ഉരുണ്ടതാണ് എന്നും ഭൂമി മണ്ഡലാകൃതി പൂണ്ടതാണ് എന്നും ശാസ്ത്രം എന്നൊരു വാക്ക് ഒരു ഭാഷയിൽ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ബൈബിളാണ്. വേറെ ഒരു മതഗ്രന്ഥങ്ങളിലും ഭൂമി ഉരുണ്ടതാണെന്ന് എഴുതി വെച്ചിട്ടില്ല. പല മതഗ്രന്ഥങ്ങളിലും പരന്നതാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആനകൾ അല്ലെങ്കിൽ യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നു എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അല്ല, ഭൂമിയുടെ നിലനിൽപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആനകൾ അല്ലെങ്കിൽ 8 ആനകളുടെ മുകളിലാണ് ഈ ഭൂമി ആനകൾ ചുമന്നുകൊണ്ടാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് ചില പുരാണങ്ങൾ പഠിപ്പിക്കുന്നത്. ചില മതങ്ങൾ പഠിപ്പിക്കുന്ന ഭൂമി ഇങ്ങനെ താലം പോലെ പരത്തിയിട്ടിരിക്കുകയാണ്, ബെഡ്ഷീറ്റ് പോലെ, അതായത് ഇങ്ങനെ വിരിപ്പ് പോലെ വിരിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ്. പരന്ന ഭൂമി എന്നാണ് ഇന്നും നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത് ഭൂമി പരന്നതാണ് എന്നാണ്. പക്ഷേ ബൈബിൾ മാത്രമാണ് പറയുന്നത് ഭൂമി മണ്ഡലാകൃതി പൂണ്ടതാണെന്നും. അതായത് യെശയ്യാവ് 40:22 ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഹി സിറ്റ്സ് എൻത്രോൺ എബോവ് ദ സർക്കിൾ ഓഫ് ദി എർത്ത്. അത് കഴിഞ്ഞിട്ട് സദൃശവാക്യം 8:27 വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും, when he draw a circle on the face of the deep, അതായത് ഭൂമി
കറക്റ്റ് വൃത്താകൃതി പൂണ്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇയ്യോബ് 26:7 ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ പൂക്കുന്നു. അതായത് തൂക്കുന്നു. ഹി ഹാങ്സ് ദ എർത്ത് അപ്പോൺ നത്തിങ്. ഭൂമി അത് ശൂന്യതയിലാണ് നിൽക്കുന്നതെന്ന് ശാസ്ത്രം ഈ അടുത്ത സമയത്താണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഇയ്യോബ് അബ്രഹാമിന്റെ സമകാലികനായ, അല്ലെങ്കിൽ അബ്രഹാമിനേക്കാൾ മുമ്പേ ഉണ്ടായിരുന്ന, ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ശാസ്ത്രം എന്നൊരു വാക്ക് ഒരു ഭാഷയിൽ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ആത്മാവിൽ എഴുതി വെച്ചു, ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നതെന്ന്. ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. ബൈബിൾ ശാസ്ത്രീയമായി 100% ബൈബിള് ശാസ്ത്രത്തെ പ്രൂഫ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രന്ഥം ഈ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ കൈകളിലിരിക്കുന്ന ദൈവവചനമാണ്. ഇത് പറയുന്നതിന്റെ കാര്യം, ദൈവമാണ് സൃഷ്ടാവും. ഈ ബൈബിളിലെ ദൈവമാണ് സൃഷ്ടാവായ ദൈവം. അപ്പം ഈ സൃഷ്ടാവായ ദൈവത്തിന് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും എന്തുണ്ട്? സർവ്വനിയന്ത്രണമുണ്ട്. ജീവനെ കൊടുക്കുവാനും എടുക്കുവാനുമുള്ള അധികാരം സൃഷ്ടാവിനാണ്. ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നും യഹോവ എടുത്തു. എല്ലാം നഷ്ടപ്പെട്ടു. നിമിഷങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് എല്ലാം. അവസാനം തൻ്റെ 10 മക്കളും മരിക്കുവാനിടയായി തീർന്നു. അപ്പോഴും ഈ ഭക്തൻ പറയുകയാണ്, ഇതൊന്നും എൻ്റെതായിരുന്നില്ല, ഇതെല്ലാം തന്ന ഒരുവനുണ്ട്, ഉടയവനായ ഒരുവനുണ്ട്, സൃഷ്ടാവായ ഒരുവനുണ്ട്, യഹോവ തന്നും യഹോവ എടുത്തും. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ജീവനെ കൊടുക്കുവാനും എടുക്കുവാനുള്ള അധികാരം സൃഷ്ടാവിനുണ്ട്. സൃഷ്ടി നൽകിയ, ജീവൻ നൽകിയവന് ജീവനെ എടുക്കുവാനുള്ള അധികാരമുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെ ശിക്ഷിക്കുവാനുള്ള അധികാരം മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ ക്രൂരനായ അപ്പനാണ് എന്നും അല്ലെങ്കിൽ ക്രൂരയായ അമ്മയാണ് എന്നൊന്നും ആരും പറയാറില്ല. മറിച്ച് മക്കളെ നല്ല ശിക്ഷണത്തിൽ അഭ്യസിപ്പിച്ച് ശിക്ഷ കൊടുത്ത് വളർത്തുമ്പോൾ നാട്ടുകാർ പറയുന്നത് നല്ല മാതാപിതാക്കളാണ്, കുഞ്ഞുങ്ങളെ നല്ല അച്ചടക്കത്തിലാണ് വളർത്തുന്നത്. ഒരിക്കലും അത് ശിക്ഷ കൊടുത്ത് അച്ചടക്കത്തിൽ വളർത്തുന്ന മാതാപിതാക്കളെ ആരും ക്രൂരന്മാരായ മാതാപിതാക്കളും അല്ലെങ്കിൽ ദുഷ്ടന്മാരായ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ, പിതാവ്, നമ്മുടെ സ്വർഗീയ പിതാവിന്, നമുക്ക് ജന്മം നൽകിയ ദൈവത്തിന് എന്തുണ്ട്? നമ്മളെ ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് ഉള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരേ സമയം തന്നെ നമ്മുടെ ദൈവം പിതാവായിരിക്കുമ്പോൾ തന്നെ അതേ പിതാവായ ദൈവം ന്യായാധിപനുമാണ്. ദൈവം ഒരേ സമയം ആരാണ്? പിതാവാണ്. സ്നേഹവാനായ വാത്സല്യവാനായ പിതാവാണ്. അതേ സമയം കോടതിയിൽ ന്യായാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപനാണ്, ശിക്ഷ വിധിക്കുന്നവനാണ്. അത് ഈ കോടതിയിൽ നിന്ന് ജഡ്ജിയുടെ വേഷം ഊരി വെച്ചിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പം മക്കൾ ഈ അപ്പന്റെ ദേഹത്ത് കയറിയിരിക്കുകയും മടിയിലിരിക്കുകയും ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുന്ന പിതാവാണ്. എന്നാൽ ഓർത്തുകൊള്ളുക, ഈ താലോലിച്ച് വളർത്തുന്ന, ഓമനിച്ച് വളർത്തുന്ന മകൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ഒരു കുറ്റവാളിയായി കഴിഞ്ഞാൽ, ഈ മകൻ കോടതിയിൽ വന്നു കഴിയുമ്പോൾ വീട്ടിലെ പിതാവല്ല ന്യായാസനത്തിലിരിക്കുന്ന ന്യായാധിപനായിരിക്കുന്ന മനുഷ്യൻ. ഇവൻ വിചാരിക്കുന്ന എൻ്റെ അപ്പനാണ് ന്യായാസനത്തിൽ ഇരിക്കുന്നത്. അപ്പൻ തന്നെയാണ്, പക്ഷേ വീട്ടിലെ അപ്പനല്ല ന്യായാസനത്തിലിരിക്കുന്നത്. ആ മകനെ കഴുകുമരം വിധിക്കുമ്പോൾ അല്ലെങ്കിൽ 12 വർഷം ജയിൽ ശിക്ഷ വിധിക്കുമ്പോൾ കോടതിയിൽ വാവിട്ട് അപ്പാ 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 എന്ന് വിളിക്കുമ്പോൾ, കരയുമ്പോൾ ഒരുപക്ഷെ അകത്തിരിക്കുന്ന അപ്പന്റെ ഹൃദയം ഒരുപക്ഷെ തേങ്ങും. പക്ഷേ ന്യായാധിപന്റെ വേഷം ധരിച്ചിരിക്കുന്ന പിതാവിനും ന്യായം നടപ്പാക്കുമ്പോഴാണ്, ന്യായം തീർപ്പ് കൽപ്പിക്കുമ്പോഴാണ്, ചെയ്ത കുറ്റത്തിനനുസരിച്ച് ന്യായം വിധിച്ചു കഴിയുമ്പോഴാണ് ആ ന്യായാധിപന്റെ മനസ്സ് സന്തോഷിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാനുള്ള അധികാരം ദൈവത്തിനുണ്ട്. ഒരേ സമയം അവൻ കരുണയുള്ള സ്വർഗീയ പിതാവാണ്, അതേസമയം നീതിയുള്ള ന്യായാധിപതിയാണ്. അതേപോലെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെല്ലുന്ന ദേശത്തിലെ ജാതികളുടെ മ്ലേച്ഛതകൾ ഒന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ അനുഷ്ഠിക്കരുത്. പുറപ്പാട് 34:12 മുതൽ 17 വരെയും അവിടെ വലിയ അവർ ചെയ്യുന്ന വിഗ്രഹാരാധന, അവർ ചെയ്യുന്ന മ്ലേച്ഛമായ വിഗ്രഹാരാധന, നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അന്യ ദൈവങ്ങളെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീഷ്ണനെന്നാകുന്നു, അവൻ തീഷ്ണതയുള്ള, ഐ ആം എ സെലസ് ഗോഡ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ദൈവം പറയുകയാണ്, നിങ്ങൾ അവർ ചെയ്യുന്ന മ്ലേച്ഛതകളൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ അനുഷ്ഠിക്കരുത്. അപ്പൊ ഇവിടെ കുറെ ആളുകളും
വലിയ ബഹളം ഉണ്ടാക്കും. ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അമ്പലങ്ങളെല്ലാം ഇടിച്ചു നിരത്തണം, വിഗ്രഹങ്ങളെല്ലാം വെട്ടിക്കളയണം, ബിംബങ്ങളെല്ലാം തകർത്ത് കളയണമെന്ന് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളൊക്കെ എഴുതി കലാപമുണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇവരെ നശിപ്പിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ താഴെ നമ്മൾ പറയുന്നുണ്ട്. അത് അത് നമ്മൾ പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കുന്നുണ്ട്. ആവർത്തനം 5:32, ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ജാഗ്രതയുള്ളവരായിരിപ്പീൻ. എന്നിട്ട് അതിന്റെ 12:31 നിന്റെ ദൈവമായ യഹോവ അങ്ങനെ നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല. യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും അവൻ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രിമാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. പ്രമാണമുള്ള ദൈവപ്രവൃത്തി കണ്ടം ജീവനുള്ള സൃഷ്ടാവായ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവർ വിഗ്രഹാരാധനയിലേക്കും മ്ലേച്ഛമായ പാപത്തിലേക്കും കുഞ്ഞുങ്ങളെ അഗ്നികുണ്ഡത്തിലിട്ട് ബലിയർപ്പിച്ചും ദേവന്മാരെ പ്രസാദിപ്പിച്ചു. ഏലിയാവിന്റെ സമയം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ദേശത്തെങ്ങും ജീവനുള്ള ദൈവമായ യഹോവയെ സേവിക്കുന്ന ഒരാൾ പോലും ഇല്ല. ഏലിയാവ് പറയുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഓബദ്യാവ് പറയുന്നു, ഞാൻ 50 പേരെ ഒളിച്ചു വെച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നോക്കണം, ഒരു രാജ്യം മുഴുവനും ഒരു രാജാവും മുഴുവൻ ബാലെന്ന് പറയുന്ന പിശാചിനെയാണ് എന്ത് ചെയ്യുന്നത്? ദൈവമാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്. 450 ബാലിന്റെ പ്രവാചകന്മാരും 400 അശേരാം പ്രവാചകന്മാരും 850 പ്രവാചകന്മാര് കൊട്ടാരത്തിനകത്തും തിന്നു കുടിച്ച് മന്ത്രവാദം നടത്തുകയാണ്. നോക്കണം, ജീവനുള്ള ദൈവത്തെ അവർ ത്യജിച്ചിട്ട് പോയി. അപ്പം ദൈവം എങ്ങനെ ക്ഷമിക്കും? ദൈവത്തിന് എങ്ങനെ ക്ഷമിക്കുവാൻ വേണ്ടി കഴിയും? എങ്കിലും ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവപ്രവൃത്തി നടന്നു. ഏലിയാവ് പറയുകയാണ്, ബാലാണ് ദൈവമെങ്കിൽ ബാലിനെ സേവിക്കുക, യഹോവയാണ് ദൈവമെങ്കിൽ യഹോവയെ സേവിക്കുകയും. ദൈവപ്രവൃത്തി നടന്നു. ബാലല്ല ദൈവം യഹോവ യാഹുവേ തന്നെ ദൈവമെന്ന് വെളിപ്പെടുവാനിടയായി തീർന്നു. രാജാവ് നിലമ്പാട് വീണ് സകല ജനങ്ങളും കവിണ്ണു വീണിട്ട് പറഞ്ഞു, യഹോവ തന്നെ ദൈവമെന്ന്. അങ്ങനെ എത്രയോ പ്രാവശ്യം അവർ മടങ്ങി വന്നവരാണ്. പക്ഷെ വീണ്ടും ഈ പാപത്തിലേക്ക് പോകുവാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട. പക്ഷേ സത്യത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോകത്തെ വെറുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതാണ് പെട്ടെന്നാണ് ഈ പാപത്തിലേക്ക് വഴുതി പോകുന്നത്. പാപം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ, വിശുദ്ധനായ ദൈവത്തെ സേവിക്കണമെങ്കിൽ അതിന് ത്യാഗം സഹിച്ചേ പറ്റൂ. അതൊരു യുദ്ധമാണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുവരെ പോരാടിയിട്ടില്ല. ജീവൻ പോകുന്നത് വരെയും പാപത്തോട് പോരാടി ജയിക്കുവാൻ കഴിവുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോശുവ 24:16 യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ നിങ്ങൾക്ക് സംഗതി വരരുത്. നോക്കണം, ഹബക്കൂക്ക് 1:13 ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല സൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. സങ്കീർത്തനം 5:4 ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. സദൃശ്യവാക്യം 11:20 വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളും അവനെ പ്രസാദം. അപ്പോൾ ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഒന്ന്, ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ദൈവം സ്നേഹിക്കുന്ന, പഴയ നിയമത്തിലെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, പുതിയ നിയമത്തിലെ ദൈവത്തെ പോലെ തന്നെ പഴയ നിയമത്തിലെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. അതേപോലെ തന്നെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. പഴയ നിയമത്തിലെ ദൈവം തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ, ആരാണ് എന്ന് നോക്കാതെ, അതിന് പ്രവാചകനാണെങ്കിലും രാജാവാണെങ്കിലും അതിന് ആരാണെങ്കിൽ തന്നെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. അത് ശിക്ഷിക്കുന്ന ദൈവമാണ്. പിന്നെ നമ്മൾ വായിച്ചും, ദൈവം മുന്നറിയിപ്പുകളെ കൊടുക്കുന്ന ദൈവമാണ്. നിങ്ങൾ അവരുടെ മ്ലേച്ഛത പോലെ. പിന്നെ നമ്മൾ കേട്ടു, പഴയ നിയമത്തിലെ ദൈവമാണ് സൃഷ്ടാവായ ദൈവത്തിന് താൻ ഉണ്ടാക്കിയവരുടെ മേൽ എന്ത് ചെയ്യുവാനുള്ള എന്തുണ്ട്? അധികാരമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വീണ്ടും നമ്മൾ വരികയാണ്. പ്രധാനപ്പെട്ട
നിയമത്തിലെ യഹോവ ക്രൂരനായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിലും ഇത് ഇതിന്റെ യഥാർത്ഥമായി ഇതിന്റെ വചനം പഠിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഭാഗം മാത്രം നമ്മൾ വായിക്കുന്നുള്ളൂ. എന്നാൽ ആ ദൈവത്തിന്റെ പിന്നിൽ അനുബന്ധമായി കിടക്കുന്ന ഒത്തിരിയും കാര്യങ്ങളുണ്ട്. പ്രശസ്തനായ ഒരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധങ്ങളും ഈ കൊള്ളയും ഈ പഴയ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകം ചൂടപ്പം പോലെ ലോകം മുഴുവനും വിറ്റഴിക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞത് ഗോഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ബട്ട് ദ വേർഡ് ഓഫ് സൈത്താൻ. ബൈബിള് ഒരിക്കലും ദൈവവചനമാകുവാൻ സാധ്യതയില്ല, മറിച്ച് ഇത് സൈത്താന്റെ. തോമസ് പെയിൻ എന്ന് പറയുന്ന ചരിത്രകാരൻ തീർന്നു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, എ ലവിങ് ഗോഡ് കനോട്ട് ബി ലൈക്ക് ദിസ്. സ്നേഹിക്കുന്നവനായ ദൈവത്തിന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി നോക്കിക്കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം മനസ്സിലാക്കിയ വിധം പലരും മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. മനസ്സിലാക്കുന്നതിനകത്ത് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കിയ രീതി തെറ്റായ രീതിയായി പോയി. അപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, but literally correct, but fail to understand one thing: what Bible recorded and what Bible approves are different. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ദൈവം അപ്രൂവ് ചെയ്ത കാര്യങ്ങളും രണ്ടാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരിക്കലും what recorded in the Bible and what God approved in the Bible are different. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ദൈവം അപ്രൂവ് ചെയ്ത കാര്യങ്ങളും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേപോലെ പഴയ നിയമം എന്ന് പറയുന്ന അക്കൗണ്ട് ഓഫ് എ നേഷൻ, ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു രാജ്യമായിരിക്കുമ്പോൾ രാജ്യവുമായി ബന്ധപ്പെട്ട നിയമം, അക്കൗണ്ട് ഓഫ് നേഷൻ. എന്നാൽ പുതിയ നിയമം എന്ന് പറയുമ്പോൾ രാജ്യം, ഒരു രാഷ്ട്രസങ്കല്പമില്ല. ആ രാഷ്ട്രം വരുവാനുള്ള രാജ്യമാണ്, പക്ഷെ ഈ ഭൂമിയിലുള്ള രാജ്യമല്ല. an account of a person. പുതിയ നിയമം എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ. അപ്പോഴും മനസ്സിലാക്കണം, വാട്ട് ബൈബിൾ റെക്കോർഡഡ് ആൻഡ് വാട്ട് ഗോഡ് അപ്രൂവ്ഡ് ആർ ഡിഫറെന്റ് ഇൻ ദ ബൈബിൾ. എന്ന് പറഞ്ഞാൽ ബൈബിളിലുള്ള മുഴുവൻ വചനങ്ങളും എന്തല്ല, ദൈവത്തിന് അല്ല. കാരണം ബൈബിളിൽ മനുഷ്യരുടെ വാക്കുകളുണ്ട്, മനുഷ്യരുടെ പ്രാർത്ഥനകളുണ്ട്, മനുഷ്യരുടെ സങ്കടങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, കഥകളുണ്ട്, അവർ ചെയ്ത പാപങ്ങളുണ്ട്, രാജാക്കന്മാരുടെ വാക്കുകളുണ്ട്, ചരിത്രം, രാജാക്കന്മാരുടെ ഹിസ്റ്ററി മുഴുവൻ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രവാചകന്മാരുടെ വാക്കുകളുണ്ട്. ബൈബിളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടവയെല്ലാം വചനമല്ല. മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളുണ്ട്, മനുഷ്യൻ സ്വയമായി എടുത്ത മനുഷ്യരുടെ സങ്കല്പങ്ങളുണ്ട്. അതായത് ഇത് സമ്മിശ്രമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം അബ്രഹാം ഹാഗാറിനെ ഭാര്യയായിട്ട് എടുത്തു. ആ ദൈവം പറഞ്ഞിട്ടല്ല, ദൈവം അപ്രൂവ് ചെയ്തില്ല. സാറ കൊടുത്ത ആലോചന പ്രകാരമാണ് പോയിട്ട് എന്ത് ചെയ്തത്. എന്നാൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചിരുന്നു എങ്കിൽ ഇത് ശരിയാണോ, പോകട്ടെ, ഇങ്ങനെയാണോ ദൈവിക പദ്ധതി എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അല്ല, ദൈവം അത് നോ എന്ന് തന്നെ പറയുമായിരുന്നു. അതേപോലെ ഒത്തിരിയും കാര്യങ്ങൾ, സോളമൻ 1000-ഓളം ഭാര്യമാരും കുലീന ഭക്തിമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. ഇത് ദൈവം അനുവദിച്ചതാണോ? ഈ ബൈബിൾ വിരോധികൾ ഇതൊക്കെ എടുത്തുകൊണ്ടുവന്നാണ് ബൈബിളിനെയും ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. ശലോമോനോടും ആവർത്തന പുസ്തകം 17 പറയുന്നുണ്ട്, അതായത് അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുതെന്ന് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ദൈവം ആദ്യം ആദമിന് വേണ്ടി 10 ഭാര്യമാരെ സൃഷ്ടിച്ചില്ല, ഒരേ ഒരു ഭാര്യ. ദൈവത്തിന്റെ സങ്കല്പം തക്കതായ ഒരു തുണയെ, പല തുണകളെയല്ല, തക്കതായ ഒരു തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, ഒരുത്തനെ ഒരുത്തി എന്നുള്ളതാണ് ദൈവത്തിന്റെ സങ്കല്പം. എന്നാൽ ഈ രാജാക്കന്മാരൊക്കെ അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തു? അനേകം പേരെ ഭാര്യമാരായിട്ട് എടുത്തു. ഇതൊക്കെ ദൈവം അപ്രൂവ് ചെയ്തതല്ല.
മറിച്ച് മനുഷ്യൻ ചെയ്ത അവരുടേതായ രീതിയിൽ അതെല്ലാം എന്ത് ചെയ്തു? ബൈബിളിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതെല്ലാം ദൈവം അപ്രൂവ് ചെയ്തതാണെന്നും എന്ത് ചെയ്യരുത്? നമ്മൾ വിശ്വസിക്കരുത്, നമ്മൾ വിചാരിക്കരുത്. പിന്നെയും പറയുന്നുണ്ട്, ബെന്യാമീൻ ഗോത്രം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അവർക്ക് ഭാര്യമാരില്ല, ഭാര്യമാരായിട്ട് എടുക്കാൻ വേണ്ടി സ്ത്രീകളില്ല. അപ്പോൾ എന്ത് പറയുന്നു? അവർ ഉത്സവത്തിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾ വഴിയരികിൽ പതിയിരുന്നിട്ട് എന്ത് ചെയ്യണം? അവരെ പിടിച്ച് നിങ്ങൾ കൊണ്ടുപോയി ഭാര്യമാരാക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ബൈബിളിനെതിരെയും. നോക്കണം ഒരു കാര്യം, ഇത് ദൈവം കൊടുത്ത തീരുമാനമല്ല, ദൈവം കൊടുത്ത എന്തെല്ലാം ആലോചനയല്ല, മറിച്ച് ഇസ്രായേൽ മൂപ്പന്മാരെയും അവരെടുത്ത് അവർക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ്. ഇതെല്ലാം വേറൊരു വഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഉത്സവത്തിന് വേണ്ടി വരുന്ന പെൺകുട്ടികളെ എന്ത് ചെയ്യണം? നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയി ഭാര്യമാരാക്കിക്കൊള്ളുക. ശരിക്കും ബൈബിൾ നമ്മൾ മനസ്സിലാക്കുന്നതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. ഒരു വശത്ത് നിന്ന് നോക്കി കഴിയുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെയാണോ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്? ഇതെങ്ങനെ നമുക്ക് പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കുവാൻ വേണ്ടി കഴിയും? ഞാൻ മടങ്ങി വരിക, കാരണം എനിക്ക് ആ കറക്റ്റ് പോയിന്റ് ഇന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ മെസ്സേജ് ശരിയാകത്തില്ല. നോക്കണം, അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങളും. ആവർത്തനത്തിന്റെ 10 യഹോവയുടെ യുദ്ധങ്ങൾ. നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുക്കുമ്പോൾ സമാധാനം എന്ന് വിളിച്ചു പറയണം. സമാധാനം എന്ന് നീ അവനകത്തുള്ള ജനങ്ങളെ ഒന്നും കൊന്നുകളയുവാൻ പാടില്ല. ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ, ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ സമാധാനം എന്ന് വിളിച്ചു പറയണം. അവരും സമാധാനം എന്ന് പറഞ്ഞ് കീഴടങ്ങുകയാണെങ്കിൽ അവരിൽ ഒരാളിനെ പോലും എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലുവാൻ പാടില്ല. അവരെല്ലാവരും നിനക്ക് ഊഴിയ വേലക്കാരായി മാറണം. എന്നാൽ അവർ എന്ത് ചെയ്യേണ്ട? ഒരു കനിവും കാണിക്കേണ്ട എന്നാണ് യഹോവയായ ദൈവം പറയുന്നതും. അല്ലാതെ യഹോവ കൂടെയുണ്ട്, അതുകൊണ്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ അവരെ കൊന്നും പിടിച്ചും അവരുടെ മുഴുവനും സ്വന്തമാക്കുവാൻ എന്ത് ചെയ്യുന്നില്ല? ദൈവം കൽപ്പിക്കുന്നില്ല. സംഖ്യാപുസ്തകം 20:14. സംഖ്യാപുസ്തകം 20:14. അനന്തരം മോശെ കാദേശിൽ നിന്നും ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചതും, നിന്റെ സഹോദരന്മാരായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു. എന്നിട്ട് കുറെ താഴോട്ട് വായിച്ചിട്ട് 17-ാം വാക്യം, ഞങ്ങൾ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ തന്നെ നടക്കും. നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ ഞങ്ങൾ തിരികയില്ല. ഇവിടെയും ഏദോം രാജാവിനോട് അനുവാദം ചോദിക്കുകയാണ്, യാചിക്കുകയാണ്. മോശയാണ്, യഹോവയായ ദൈവത്തിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞങ്ങൾക്ക് നിന്റെ ദേശത്തിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഞങ്ങൾക്ക് പോകുവാൻ വേറൊരു വഴിയില്ല. ഞങ്ങൾ പബ്ലിക് റോഡിൽ കൂടെ ഞങ്ങൾ എന്ത് ചെയ്തോളാം? ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഉടനെ ഏതും ഭയങ്കരം കോപിക്കുവാനിടയായി തീർന്നു. 18-ാം വാക്യം, നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികയില്ല. ഏദോം രാജാവ് അവനോടും, നീ എന്റെ നാട്ടിൽ കൂടെ കടക്കരുത്. കടന്നാൽ ഞാൻ വാളും വന്ന് നിന്റെ നേരെ പുറപ്പെട്ടു വന്ന് യുദ്ധം ചെയ്യും. എന്നിട്ടും 19-ാം വാക്യം, അതിന് ഇസ്രായേൽ മക്കൾ അവനോടും, ഞങ്ങൾ പെരുവഴിയായി കൂടി പൊയ്ക്കൊള്ളാം. ഞാനും എന്റെ കന്നുകാലികളും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിന്റെ വില തരാം. കാൽനടയായി പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏതോം ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടെ അവന്റെ നേരെ പുറപ്പെട്ടു. എന്താ ചെയ്യുക? എന്താ ചെയ്യണ്ടേ? മര്യാദയ്ക്ക് പറഞ്ഞു, താണു പറഞ്ഞു, താഴെ വീണു പറഞ്ഞു, കൈകൂപ്പി പറഞ്ഞു, യാചിച്ചു പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിട്ടും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? യുദ്ധം ചെയ്യുകയെന്നല്ലാതെ, കൊല്ലുകയെന്നല്ലാതെ, യുദ്ധത്തിൽ ആരെങ്കിലും പരസ്പരം പിടിച്ച്, രണ്ട് ശത്രു സൈന്യത്തിലുള്ള ആളുകൾ പരസ്പരം പിടിച്ച് ചുംബനം കൊടുക്കും, ഐ ലവ് യു, യു ലവ് യു എന്ന് പറയുമോ? ഇല്ല. അവിടെ മുഴുവനും രക്തപ്പുഴയായിരിക്കും. ബൈബിള് ശരിക്കും വായിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഇതൊന്നും നമുക്കും അറിയത്തില്ലായിരുന്നു. നമ്മുടെയും കോപ്പടി ബന്ധായിരുന്നു. നമ്മളിത് ശരിക്കും ഒന്ന് വെച്ച് പഠിക്കുവാൻ നമ്മൾ മനസ്സ് വെച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇത് കാണാത്ത ഭാവത്തിൽ, കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ വേറെ ഭാഗത്തേക്കൊക്കെ പോകുവാനിടയായി തീർന്നു. ഈ ഭാഗം ടച്ച് ചെയ്യാതെ പോയി. യഹോവയായ ദൈവം നീതിയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, വ്യവസ്ഥയുള്ള ദൈവമാണ്. ഏതൊരു പട്ടണത്തിൽ നിന്നെയും സമാധാനം വിളിച്ചു പറയണം. വീണ്ടും ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് വരികയാണ്. സ്തോത്രം. അപ്പൊ എന്തുകൊണ്ട് 1 ശമൂവേൽ 15:2 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലക് അവരെ ആക്രമിച്ചു. അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ നടന്ന് 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 തളർന്ന് ദാഹിച്ച് ഈ അമാലേക്യര് വന്ന് അവരിയ്ക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ത്രാണിയില്ലായിരിക്കുമ്പോൾ പുറകിലൂടെ വന്നിട്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേൽ മക്കളെ അതിദാരുണമായി കൊന്നു കളയുവാനിടയായി തീർന്നു. പന്നേ ദൈവം കുറിച്ചു വെച്ചാണ് ഇവര് നിലനിൽക്കുവാൻ പാടില്ല. അത് മാത്രമല്ല, അമാലേക്കിന്റെ പാപങ്ങള്, അവരുടെ പാപം മുഴുത്തു വരണം. പാപം എത്രയാണെന്നുള്ളതിന്റെ കാര്യം പിന്നീട് ലിസ്റ്റിനകത്തൂടെ വായിക്കുന്നതായിരിക്കും. എന്നിട്ട് അവിടെ പറയുകയാണ്, ആകയാൽ 3-ാം വാക്യം, ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളകാം. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളയാം. അപ്പം ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്നും യഹോവയായ ദൈവം പറയുന്നത്? അതായത് നിരപരാധികളായ, ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ, ശിശുക്കളെ കൊല്ലണമെന്ന് പറഞ്ഞു? അതിനൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ജീവനോടെ വച്ചിട്ട് അവരുടെ മാതാപിതാക്കളെ കൊന്നുകളയുകയാണെങ്കിൽ, പാപം ചെയ്ത, ദുഷ്ക്രിയകൾ ചെയ്ത അവരുടെ മാതാപിതാക്കളെ കൊന്നുകളയുകയാണെങ്കിൽ, ഈ കുഞ്ഞുങ്ങൾ വളരുന്നതും വെറുപ്പിനകത്തായിരിക്കും വളരുന്നത്, വിദ്വേഷത്തിനകത്തായിരിക്കും വളരുന്നത്, പകയിലായിരിക്കും വളരുന്നത്. അവർ വളർന്നു വരുമ്പോൾ ആ സമൂഹത്തിന് ഒരു വലിയ ബാധ്യതയായി തീരുവാനിടയായി തീരും. മാതാപിതാക്കൾ ചെയ്തതിനേക്കാൾ, അവരുടെ പൂർവികൾ ചെയ്തതിനേക്കാൾ അധികം പാപം ഇവർ ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ശിശുക്കളെ ജീവനോടെ ദൈവം കരുണ കാണിക്കുകയാണ്. കാരണം ജീവൻ നൽകിയവന് ജീവൻ എടുക്കുവാനുള്ള അധികാരമുണ്ട്. പിന്നെ ഏത് മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിലും മരിച്ചാൽ ആ കുഞ്ഞുങ്ങൾ സ്വർഗരാജ്യത്തിൽ തന്നെ എത്തും. കാരണം ഈ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായ, ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ, മുലകുടിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ, പാപം എന്താണെന്ന് അറിയാൻ മേലാത്ത ഈ കുഞ്ഞുങ്ങൾ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് കിട്ടുവാനിടയായി തീരും? സ്വർഗരാജ്യം ലഭിക്കുവാനിടയായി തീരും. ദൈവം ഇവിടെ ആ ജനത്തോട്, ആ ജനതയോടും, ഈ ആടുമാടുകളെയൊക്കെ കൊന്നുകളയാൻ പറഞ്ഞ കാര്യം, ആ സംസ്കാരം തന്നെ മാറ്റി ഒരു പുതിയ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. കാരണം കൊടുത്തവനും ജീവൻ എടുക്കുവാനുള്ള എന്തുണ്ട്? അധികാരമുണ്ട്. എന്നാൽ എനിക്കാരുടെയും ജീവൻ എടുക്കുവാൻ, മനുഷ്യർക്കാർക്കും ജീവൻ എടുക്കുവാൻ, കാരണം മനുഷ്യർക്കാർക്കും ജീവനെ കൊടുത്തിട്ട് എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ കൊല്ലുവാൻ അധികാരമില്ല. കാരണം നമ്മൾ ജീവൻ കൊടുത്തിട്ടില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ജീവൻ എടുക്കുവാനുള്ള അധികാരം ദൈവത്തിനുണ്ട്. നോക്കണം, നമ്മളും ഈ കനാൻ ദേശത്ത് വരുന്നതിന് മുമ്പ് ദൈവം 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം ആർക്ക് കൊടുത്തായിരുന്നു? അബ്രഹാമിന് കൊടുത്തതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ശാശ്വത അവകാശമായി തന്നിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് അവർ പോയി. ഈജിപ്തിൽ അവർ അടിമകളായി തീർന്നു. അപ്പം ചില ആളുകളും കാര്യങ്ങളുമായിട്ട് വരും. എന്താ പറയുന്നത്? 430 വർഷം അവരും ഈജിപ്തില്. അപ്പം ബൈബിള് തെറ്റല്ലേ? 400 വർഷമല്ലേ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതും? അത് പല പ്രാവശ്യം തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ശരിയാണ്, 430 വർഷം അവർ ഈജിപ്തിൽ ഉണ്ടായിരുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ 400 വർഷമെന്നാണ്. അപ്പൊ ഈ 30 വർഷം എങ്ങനെ അധികം വന്നു? അപ്പം യഹോവയായ ദൈവത്തിന് തെറ്റ് പറ്റിയോ? ബൈബിൾ തെറ്റല്ലേ? ഒരിക്കലും തെറ്റല്ല. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് അടിമകളായിരിക്കുന്നതും എത്ര വർഷം? 400 വർഷം അടിമകളായിരിക്കും. പക്ഷെ 30 വർഷം അവർ അടിമകളല്ലായിരുന്നു. അവര് സ്വന്തം നാട് പോലെ ജോസഫ് ജീവിച്ചിരിക്കുമ്പോൾ ഈജിപ്തിലെ ഏറ്റവും നല്ല ഫലപുഷ്ടമായ സ്ഥലത്ത് അവർ നല്ല അടിച്ചു പൊളിച്ചും, ലോകം മുഴുവൻ ക്ഷാമത്തിലായിരിക്കുമ്പോൾ അവർ നല്ല സുഖജീവിതം നയിക്കുകയായിരുന്നു. ബാക്കിയുള്ള 400 വർഷമാണ് അവർ അടിമകളായി ജീവിച്ചത്. അതുകൊണ്ട് ബൈബിൾ എന്തല്ല, ഒരിക്കലും തെറ്റല്ല, ബൈബിൾ ശരി തന്നെയാണ്. അപ്പം ഇവിടെ ഞാൻ മടങ്ങി വരികയാണ്. ഈ കനാനിയർ ചെയ്ത പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 18 അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 24.
അവയിൽ ഒന്നുകൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ഈ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. എന്തൊക്കെ മ്ലേച്ഛതകളാണ് ഇവർ ചെയ്തത്? ഞാനത് വേഗത്തിലൊന്ന് വായിക്കാം. അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പിടയുവാനിടയായിത്തീരും. എങ്ങനെയുള്ള ഒരു ജാതിയായിരുന്നു ഈ അമാലേക്യരും ഈ കനാനിയൻസും ഈ ഹിത്യരും പൂത്യരും ഒക്കെ എന്നുള്ള കാര്യം നമുക്ക് ലേവ്യ അതിൻ്റെ 18-ാം അധ്യായം 3-ാം വാക്യം, മിസ്രൈമിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്, കനാൻ ദേശത്തിലെ നടപ്പ് പോലെ നടക്കരുത്. 6-ാം വാക്യം, രക്തബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ അപ്പന്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാകുന്നു, അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അടുത്തതായിട്ട്, നിന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ അപ്പന് ജനിച്ചവൾ അവന്റെ ഭാര്യയുടെ മക്കളുടെയും നഗ്നത അനാവൃതമാക്കരുത്. അപ്പന്റെ സഹോദരിയുടെ നഗ്നത, അമ്മയുടെ സഹോദരിയുടെ നഗ്നത, അപ്പന്റെ സഹോദരന്റെ നഗ്നത അനാവൃതമാക്കരുത്. അവന്റെ ഭാര്യയോട് അടുക്കരുത്, അവൾ നിന്റെ ഇളയമ്മയല്ലോ. 15-ാം വാക്യം, നിന്റെ മരുമകളുടെയും നിന്റെ മകന്റെ ഭാര്യയുടെയും നഗ്നത അനാവൃതമാക്കരുത്. സഹോദരന്റെ ഭാര്യയുടെ നഗ്നത, ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത, അവളുടെ മകന്റെയും മകളുടെയും അവളുടെ ധർമ്മമാണ്, പരിഗ്രഹിക്കരുത്. ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിക്കാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. ഒരു സ്ത്രീ ഋതുമതി ആയിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയോടുകൂടെ ക്ഷയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധമാക്കരുത്. നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലേക്കിനെ അർപ്പിച്ച് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. അവൻ യഹോവയാകുന്നു. സ്ത്രീയോട് എന്ന പോലെ പുരുഷനോട് കൂടെ ക്ഷയിക്കരുത്. ഇത് മ്ലേച്ഛത. യാതൊരു മ്ലേച്ഛതയോടും കൂടെ ക്ഷയിച്ച് അതിനാൽ നിന്നെ അശുദ്ധമാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടു കൂടെ ക്ഷയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും അരുത്. നോക്കണം, ഇത്രയും മ്ലേച്ഛതകളാണ്. ഇൻസെസ്റ്റ്, അഗമ്യഗമനം, അപ്പൻ മകനോടുകൂടെ, അപ്പൻ മകളോടുകൂടെ, മകൻ അമ്മയോടുകൂടെ എന്ന് വേണ്ട ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഈ ജാതികൾ ചെയ്ത മ്ലേച്ഛതകളാണ്. ഇനി നിങ്ങൾ പറ, ഇങ്ങനെ ഇത്രയും മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറ, ഈ ഒരു സമൂഹം ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ നിങ്ങൾ സമ്മതിക്കുമോ? നമുക്കറിയാം, കേരളത്തിൽ ദുർമന്ത്രവാദങ്ങൾ നടത്തി അവരെ പിടിച്ചു. ജനങ്ങൾ പറയുന്നത് എന്താണ്? ഇവരെ ജീവനോടെ ദഹിപ്പിച്ച് കളയണമെന്നാണ്. കേരളത്തിൽ, സംസ്കാര സമ്പന്നമായ കേരളത്തിൽ കുരുതി നടത്തി, നരബലി നടത്തി. നരബലം നടത്തിയപ്പോൾ ലോകം എന്താ പറയുന്നത്? അവരെ ജീവനോടെ ഇരിക്കുവാൻ പാടില്ല, അവർ കൊന്നുകളയണം. നോക്കണം, ഇന്ന് നമ്മുടെ നാട്ടിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അഗ്നികുണ്ഡത്തിനകത്ത് കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്ന, യാഗമർപ്പിക്കുന്ന ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ പരിഷ്കൃതരാ സമൂഹം അത് വെറുതെ വച്ചേക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന സ്വന്തം മകനോടുകൂടെ, സ്വന്തം മകളോടുകൂടെ, സ്വന്തം സഹോദരിയോടുകൂടെ, ഇങ്ങനെ ഈ ലിസ്റ്റ് മുഴുവൻ ഒരു 10-22 ലിസ്റ്റുകളുണ്ട്. ഇതൊക്കെ വിവരിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഇങ്ങനെ മ്ലേച്ഛത ചെയ്ത ഈ ജനം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ പാടില്ല. ഇവരെ തുടച്ചു നീക്കുക തന്നെ വേണം. ഈ ഒരു സംസ്കാരം നിലനിൽക്കാൻ പാടില്ല. നമുക്കറിയാം, ഫ്രീ തിങ്കേഴ്സ് എന്ന്, ഫ്രീ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഈ എറണാകുളത്ത് ഈ അടുത്ത സമയത്ത് 10,000-2,000 വലിയ ഓഡിറ്റോറിയത്തിൽ എല്ലാം നല്ല പഠിത്തമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ജ്ഞാനമുള്ളവരും, അതിനകത്ത് ഒരു മുഖ്യ ചീഫ് ഗസ്റ്റ് വന്ന ആള് പറയാണ് ഇൻസെസ്റ്റ് അനുവദനീയം. അതായത് അഗമ്യഗമനം എന്ന് വെച്ചാൽ ഒരു തെറ്റുമില്ല എന്ന് പബ്ലിക്കായിട്ട്, ഇത്രയും പ്രാകൃതരായ മനുഷ്യരല്ല, പരിഷ്കൃതരായ മനുഷ്യരുടെ ഇടയിൽ, മൃഗങ്ങളുടെ ഇടയിൽ എന്തില്ല, രക്തബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല, അമ്മയും മകനുമെന്നും
അപ്പനും മകളും എന്നുള്ള തിരിച്ചറിവില്ല. നമ്മളൊരു സോഷ്യൽ ആനിമലാണ്. നമ്മൾ ഫ്രീ ആയിട്ട് ഇവരോട് പറയുവാൻ ഒരു ചോദ്യമുള്ളൂ. എന്തിനാന്ന് പിന്നെ നിങ്ങൾ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നേ? മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ലല്ലോ ഇത്രയും വർഷങ്ങളായിട്ടും. പ്രാകൃത മനുഷ്യർ വസ്ത്രം ധരിച്ചില്ലല്ലോ. നോക്കണം, ഇത്രയും വിദ്യാഭ്യാസമുള്ള ജ്ഞാനികളും 12,000 പേര് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ രക്തബന്ധങ്ങൾ തമ്മിലുള്ള സെക്സ് അത് പ്രോത്സാഹിപ്പിക്കണമെന്നും വിവാദമായപ്പോൾ അവര് റിമൂവ് ചെയ്തു. എന്നാൽ പല സംഘടനകളും അത് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ കോപം, ക്രോധം, ന്യായവിധി, അഗ്നി നരകം, ഇതൊക്കെ നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ദൈവം നമ്മെ ധാരാളം സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ഈ ഈ ബൈബിളിനെതിരെ ഉയരുന്ന എല്ലാ എതിരികളെയും ദൈവവചനത്തെ ഒരു ഭാഗത്ത് നിന്ന് നടത്തിയെടുത്തിട്ടും ദൈവവചനത്തിനെതിരെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രസാദകരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവർക്കും ദൈവം സൽബുദ്ധി കൊടുക്കുമാറാകണമേ. പഴയ ദൈവത്തിന്റെ കരുണ എത്രയോ വലുതാണ്, ദീർഘക്ഷമ എത്രയോ വലുതാണ്, സ്നേഹം എത്രയോ വലുതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണമേ. പുതിയ നിയമത്തിലെ ദൈവത്തിൽ നിന്നും നിത്യരക്ഷ പ്രാപിക്കുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ.